സാർ നമസ്കാരം. നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞു, 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. മെയ് 4 തീയതി അതുണ്ടാകും. കേരളം ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ഭരണവിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും പ്രതികൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സർവേകൾ വരുന്നു. ആ ഒരു സർവേയുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ ജനങ്ങൾക്കിടയിൽ നടന്ന് പ്രവർത്തിച്ചതിന്റെ ആ ഒരു പ്രവർത്തന പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDF അതായത് 102 സീറ്റ് മുതൽ 110 സീറ്റ് വരെ നേടി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം പറയുന്നത്. UDF ക്യാമ്പ് പൊതുവെ ആത്മവിശ്വാസത്തിലാണ്, ആഹ്ലാദത്തിലാണ്. ഇതിനിടയിൽ തന്നെയാണ് കോൺഗ്രസിനകത്തെ ഭരണം കിട്ടുകയാണെങ്കിൽ, അധികാരം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചില തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അണികളും പ്രവർത്തകരും പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആയിരിക്കണം മുഖ്യമന്ത്രി എന്നൊരു പറ്റം പറയുമ്പോൾ രമേശ് ചെന്നിത്തല വരണം എന്ന് രമേശ് ക്യാമ്പ് അവകാശപ്പെടുന്നു. ഇത് രണ്ടുമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത, തെരഞ്ഞെടുപ്പിനെ മാറി നിന്ന് റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രിച്ച KC വേണുഗോപാൽ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരണം എന്ന് KC ക്യാമ്പ് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത നിഷ്പക്ഷമതികളായ UDFകാരല്ലാത്ത, കോൺഗ്രസ് വിശ്വാസികളല്ലാത്ത ആളുകളെ പോലും കളിയാക്കുന്ന തരത്തിലുള്ള ചക്കളത്തി പോരാട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പുറത്തു വരുന്ന വാർത്തകളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPM എന്ന ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നും അവിടെ കമ്മ്യൂണിസത്തിന് നിരക്കാത്ത രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നു. രക്തസാക്ഷി ഫണ്ട് പോലും വിനിമയം ചെയ്യുന്നതിൽ കടുത്ത അനീതിയും അഴിമതിയും നടക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് അവിടെ തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ച് കുഞ്ഞികൃഷ്ണനെ പോലുള്ള പാർട്ടിയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ നിന്നുള്ള ചില ആളുകൾ പുറത്തു വരുന്നു. അവർ സമൂഹത്തിന് മധ്യത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നു. കൂടാതെ പുസ്തകം ഇറക്കി, പുസ്തകത്തിലും ഈ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. പിന്നീട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ എതിരാളികൾ എന്ന് പാർട്ടി വിശ്വസിക്കുന്ന UDF കേന്ദ്രത്തിൽ നിന്ന് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു. കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ചക്കളത്തിപ്പോര് തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണനെ പോലുള്ള വിമതന്മാർ ഇനി കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ജനമധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവർ കോൺഗ്രസിൽ ഇന്ന് നടക്കുന്ന ഈ അപജയങ്ങളെ കുറിച്ച് വിളിച്ചു പറയുമോ, പുസ്തകങ്ങൾ എഴുതുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്താണ് ഇക്കാര്യത്തിൽ സാറിന്റെ അഭിപ്രായം? താങ്കൾ സൂചിപ്പിച്ച സഖാവ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അണികൾ നേതൃത്വത്തെ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ പാർട്ടി നശിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കേട്ടിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട, നടപ്പാക്കേണ്ട ഒരു ആഹ്വാനം തന്നെയാണ്, കോൺഗ്രസിന് ബാധകമായ ഒരു ആഹ്വാനം തന്നെയാണിത്. ഈ ആഹ്വാനം പുറപ്പെടുവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആഹ്വാനം വേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് തർക്കം വന്നു. ജയസാധ്യതയുള്ള സീറ്റുകളിൽ തങ്ങൾക്കിഷ്ടമുള്ളവരെ, തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആവേശമായിരുന്നു. അങ്ങനെ പലരും, കഴിവുള്ളവർ പലരും വെട്ടിനിരത്തപ്പെടുകയോ അവർക്ക് അത്ര ആക്സസ് ഇല്ലാത്ത സീറ്റുകൾ മത്സരിക്കാൻ കിട്ടുകയോ ചെയ്തു. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ജിൻഡോ ജോണിന് മത്സരിക്കാൻ സീറ്റില്ല. അബിൻ വർക്കി ഇവിടെ സ്ഥലം കിട്ടിയില്ല. അവസാനം പത്തനംതിട്ട പോയി വീണ ജോർജിനെതിരെ മത്സരിക്കുകയാണ് അബിൻ വർക്കി. ആറന്മുളയിൽ മത്സരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അർഹതയായ, ഇവിടെ തൃപ്പൂണിത്തറ രാജീവ് പി നായർ ഉണ്ടായിരുന്നു, ഏത് സമയത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ച ആളാണ്, സ്ഥാനാർത്ഥിയായില്ല. അതിന് പകരം
ശിവകുമാറിനെ പോലുള്ളവരെയും പഴകുളം മധുവിനെ പോലുള്ളവരെയും അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണുകയും ചെയ്തു. വീണ്ടും മത്സരരംഗത്ത് വന്നു. അപ്പോൾ ഇതിലെ കണ്ടപ്പോഴാണ് ഒരു കാര്യം തീരുമാനിച്ചത്. ഓരോരുത്തരും അവരവരുടെ കരുക്കൾ, ഇതെല്ലാം ആൾക്കരുക്കളാണ്. ആൾക്കരുക്കളായി ഇറക്കിയിരിക്കുന്നത് നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മറ്റുള്ളവരെ വെട്ടി നിരത്താൻ വേണ്ടിയുള്ള കേവലം ചില നേതാക്കളുടെ കൈമുക്കാൻ വേണ്ടി ഗ്രൂപ്പ് നേതാക്കളുടെ ആൾക്കരുക്കളെയാണ് ഇവർ രംഗത്തിറക്കിയിരിക്കുന്നത്. അത് വേഷം ബന്ധം വെട്ടിക്കളായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചുറ്റുവട്ടത്തിൽ കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിലുള്ള മാർഗം, കുഞ്ഞുകൃഷ്ണൻ ഉദ്ദേശിച്ച മാർഗമാണ് അണികൾ നേതൃത്വത്തെ തിരുത്താൻ തയ്യാറാകണം. ഇനി നേതൃത്വം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് മാനേജർമാർ ടിക്കറ്റ് കൊടുത്ത് മത്സരിച്ച് ജയിപ്പിച്ചവർ അവർ ആദ്യത്തെ അവരുടെ വിധേയത്തെ ഗ്രൂപ്പ് മാനേജർമാരോടായിരിക്കും. അവരുടെ ഇടയിൽ നിന്നൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മണ്ടത്തരം വേറൊന്നും ഉണ്ടാവില്ല. കാരണം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ജനാധിപത്യപരമായ പ്രക്രിയയിൽ കൂടിയല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ വീതം വയ്ക്കുകയായിരുന്നു പലയിടത്തും. അത് വേറെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ തീരുമാനം എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഹൈക്കമാൻഡ് തന്നെ വേണം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആന മണ്ടത്തരം കാണിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹൈക്കമാൻഡ് അല്ല. ഇവിടെ ഇപ്പോ മത്സരരംഗത്തില്ലാത്ത ഒരാൾ, അതായത് കോൺഗ്രസിന് UDFന് കേരളത്തിൽ അധികാരം കിട്ടുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ തന്നെ ഭരണസാരഥ്യത്തിലേക്ക് വന്നേക്കാം എന്ന് KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് KC വേണുഗോപാൽ ഇത്തരം പറയുമ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് സാധാരണക്കാർക്ക് കണ്ടറിയാൻ സാധിക്കില്ലേ? അല്ല, ഹൈക്കമാൻഡ് എന്താണെന്ന് അറിയണമെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഹൈക്കമാൻഡിനെ പേടിപ്പിക്കുമ്പോൾ മറ്റൊരു മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. 2 സംസ്ഥാനം, പോണ്ടിച്ചേരി 3 സംസ്ഥാനത്തിൻ്റെ ഫലത്തിൽ തിരഞ്ഞെടുപ്പുണ്ട്. പോണ്ടിച്ചേരിയിലും കൂടെ ഉണ്ട്, ആസാമിലുണ്ട്, ബംഗാളിലുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടനം കേരളത്തിൽ മാത്രം എന്തേ ഇത്ര നന്നാകുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഹൈക്കമാൻഡ് പ്രവർത്തിക്കുന്നത്. AICC സെക്രട്ടറി വേണുഗോപാൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യ മുഴുവനുള്ള പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ആസാമിൽ കോൺഗ്രസ് തോറ്റാൽ ആരും ഉത്തരം പറയും? ബംഗാളിൽ ദയനീയമായി തോറ്റാൽ ഉത്തരം പറയും? അവിടെയല്ലേ ഇവർക്ക് ഉത്തരവാദിത്തമില്ല. ജയിക്കുന്ന കേരളത്തെ വീതം വയ്ക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവർ ഞങ്ങൾ കാരണം ജയിച്ചു എന്ന് പറയാന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കാരണം ജയിച്ചു എന്ന് ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാൻ ഇവർക്ക് അവകാശപ്പെടാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അങ്ങനത്തെ ഒരു പരിസ്ഥിതി ബംഗാളിലും ആസാമിലും ഒക്കെ മോശം പ്രകടനമാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ കേരളത്തിലെ കമാൻഡിങ് പവർ അല്ലെങ്കിൽ ഇവരെ ഭയപ്പെടുത്താനുള്ള ശക്തി കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ല, അത് സാറ് പറഞ്ഞ ഞാൻ ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന CPMന്റെ ഒരു ഉന്നതാധികാര സമിതി. ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് ചെല്ലും കൊടുത്ത് വളർത്തുന്നത് കേരളത്തിൽ നിന്നുള്ള ലവി കിട്ടിയിട്ടാണ് അവർ കഴിഞ്ഞുകൂടി പോണത്. അപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ തിരുത്താൻ ഏതെങ്കിലും കാരണവശാൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് സാധിക്കുമോ? ഇപ്പൊ കേരളത്തില് ആ രീതിയിലേക്കുള്ള സംഭവങ്ങളാണ് വരുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെട്ടാൽ ബംഗാളിൽ ഒരു കോൺഗ്രസ് ജയിക്കുന്ന അവിടെ, പക്ഷെ ബംഗാളിൽ കോൺഗ്രസ് തോക്കുന്നില്ല. ഈ ഹൈക്കമാൻഡ് ചവിട്ടിപ്പുറത്താക്കിയ പെണ്ണുപിള്ളയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന CPMനെയും BJPയെയും വെല്ലുവിളിക്കുന്നത്. മമതാ ബാനർജി അവരെങ്ങനെ കോൺഗ്രസിൽ നിന്ന് പോയി എല്ലാവർക്കും അറിയാം. ഹൈക്കമാൻഡിലെ പ്രമാണിമാരുണ്ടായിരുന്നു, അന്നും ഉണ്ടായിരുന്നു കുറെ. അവര് ബംഗാളിൽ CPMനെ അടിമുടി വിറപ്പിച്ച് നിന്ന ഒരു നേതാവുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും മമതാ ബാനർജി തന്നെയാണല്ലോ. ആന്ധ്രയിലും തെലങ്കാനയിലും എങ്ങനെ കോൺഗ്രസ് പോയെന്നറിയാം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ഡൽഹിയിലുള്ള ഒരു പറ്റം നേതാക്കളെ പ്രീതിപ്പെടുത്താൻ കഴിവുള്ള ചിലര് അഖിലേന്ത്യന്മാരായി വരികയും അവര് സംഘടനയെ തന്നെ വിഴുങ്ങുകയും ചെയ്യും. കേരളത്തിൽ വേറെ സംഭവിക്കുന്നുണ്ട്. അല്ല, ഈ ഹൈക്കമാൻഡിന്റെ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരേണ്ട അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ദുർബലമാകുന്നതനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ ജനാധിപത്യ പ്രക്രിയ ശക്തമാകും. ഭയപ്പെടുത്താൻ വടിയെടുക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ കോൺഗ്രസിന് തൽക്കാലം നല്ലതാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് സ്പിരിറ്റിന്റെ അടിത്തറയാണ്. അത് ഏതെങ്കിലും നേതാക്കന്മാരുടെ അടിത്തറയല്ല, നേതാക്കന്മാർ ഉണ്ടാക്കിയ അടിത്തറയല്ല. ഇവിടെ എത്ര പ്രമാണിമാർ നേതാക്കന്മാർ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. PC ചാക്കോ പോയി, KV തോമസ് പോയി,
മറ്റേ അവിടെ അല്ല, ഒരിടയ്ക്ക് കെ കരുണാകരൻ തന്നെ മാറിപ്പോയി. ഇവര് ആന്റണി പോയില്ലേ, ഇവരെല്ലാം പോയിട്ടും കോൺഗ്രസിന്റെ തനത് ശക്തി കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു കാലത്ത് കെട്ടിപ്പൊക്കിയ KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളാണ്. അതിന് പുറത്ത് നല്ല കൊള്ളാവുന്ന തലയ്ക്ക് വിവരമുള്ള കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. കോൺഗ്രസ് എന്താണെന്ന് അറിയാവുന്നവരുണ്ടായിരുന്നു. അവരറിയുക മാത്രമല്ല, അണികളെ കോൺഗ്രസ് ആണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ആ കോൺഗ്രസ് പാരമ്പര്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ അവിടെ ഗ്രൂപ്പ് താല്പര്യത്തിലേക്ക് കൊണ്ടുവരികയും ഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനമായി കോൺഗ്രസിനെ വീതം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഈ സാധനം ഇല്ലാതായി. അപ്പോഴാണ് ഹൈക്കമാൻഡിന് സ്വാധീനം ഉറപ്പിക്കാൻ പറ്റിയത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഹൈക്കമാൻഡ് ആയിരുന്നപ്പോൾ അവർക്ക് ഇന്ത്യയിലെ മുഴുവൻ ഏതെങ്കിലും സംസ്ഥാനത്തൊക്കെ കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനേക്കാളും സ്വാധീനം ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസ്. അതുപോലെ രാഹുൽ ഗാന്ധി വളർന്നു വരുന്നുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയെ ഹൈക്കമാൻഡുകൾ വലിഞ്ഞ് മുറുക്കി എങ്ങനെയാണോ സോണിയാഗാന്ധിയെ തടവിലാക്കിയത് അതുപോലെ രാഹുൽ ഗാന്ധിയെ തടവിലാക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധിയെ അവിടെ ഡൽഹിയിൽ ചെന്നൊന്ന് കാണണമെങ്കിൽ കേരളത്തിലെ ചില നേതാക്കന്മാരുടെ അംഗീകാരം അനുവാദമില്ലാതെ കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ദ്വാരപാലകന്മാരെ സംബന്ധിച്ചാൽ ദ്വാരപാലകന്മാർ സംഭവിക്കേണ്ട സ്ഥിതിയുണ്ട്. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാറ് പറഞ്ഞതെന്ന് എനിക്ക് എന്റെ രത്നചുരുക്കം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പൊ കേരളത്തില് ഭരണം കിട്ടുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ഒരു തർക്കം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ വരെ തിരുത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ വരെ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് സാർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്താം. അല്ല, അതിനകത്ത് കേരളത്തിൽ നിന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അത് ജുഡീഷ്യൽ അതുപോലെ ന്യായമായ തീരുമാനങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ സ്ഥാനാർത്ഥികളെ തന്നെ തെറ്റൊത്തിരി സംഭവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ഒത്തിരി തെറ്റ് സംഭവിച്ചു. മുഖ്യമന്ത്രി പദത്തിലെ ചൊല്ലിയുള്ള ഈ അധികാര വടംവലിയിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ നാമമാത്രമായിരിക്കും എന്നുള്ളതാണ്. ഏത് കുറ്റിച്ചുള്ളിനെ നിർത്തിയാൽ പറ്റുന്ന കോൺഗ്രസ് ടിക്കറ്റിലെ KPCC ഇന്ദിരാഭവനിലെ ഒരു പ്യൂണിനെ കൊണ്ട് നിർത്തിയാലും തൽക്കാലം പിണറായി വിജയനെതിരായിട്ടാണ് നിർത്തുന്നത്. ജയിക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ ഈ ജയിച്ചു കഴിയുമ്പോൾ പറയും എന്റെ മുഴുക്ക ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി ജയിച്ചു. ആ സ്ഥാനാർത്ഥി എല്ലാം നിങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥി എല്ലാം ജയിക്കുന്നത് പിണറായി വിജയനെ എതിർക്കാനുള്ള വടിയാണ് ജയിക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നതിന്റെ പേരിൽ ആരായാലും ജയിച്ചു പോയിട്ടുണ്ടാവണം. അത് ഞങ്ങളുടെ മേന്മയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, മേന്മ അവകാശപ്പെടാവുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പോറ്റിയെ കയറ്റിയിട്ട് ആരപ്പ സ്വന്തം കെട്ടത് ആരപ്പ എന്നുള്ള പാരഡി ഗാനം കേരളത്തിന് സംഭാവന ചെയ്ത ആ കവികളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വിജയത്തിന് അടിസ്ഥാനം. വിജയശില്പികൾ അവരുടെ എത്രയും ഇതിന്റെ കോൺഗ്രസ് വിജയത്തിന് അവരുടെ എത്രയും സംഭാവന കൊടുക്കാൻ ഇപ്പോഴുള്ള ഒരു നേതാവിന് പോലും സാധിച്ചിട്ടില്ല. തൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ജനങ്ങൾക്ക് ഇതറിയാം. അതനുസരിച്ച് അവർ പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കും. എന്തായാലും ഇപ്പൊ ഈ അന്ത്യാവുന്നവരെ വെള്ളം കോരിയിട്ട് കുടമടയ്ക്കുന്ന പരിപാടി കോൺഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കമാൻഡിന് കൂടി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് അംഗീകരിക്കേണ്ടതായി വരും. അല്ലാതെ ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ആരെങ്കിലും കേരളത്തിലെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരത്തെ മറികടന്നിട്ട് ഒരു മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കും എന്ന് തോന്നുന്നില്ല. എന്താ ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.